ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സൗന്ദര്യലഹരി ശ്ലോകം 11. ത്രിപുരസുന്ദരിയുടെ വാസസ്ഥാനമായ ശ്രീചക്രവർണ്ണനയാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ശ്ലോകം 11. ഓം ശ്രീ മഹാദേവ്യേ നമഃ. ചതുർഭിഃ ശ്രീകണ്ഠൈഃ ശിവയുവതിഭിഃ പഞ്ചഭിരഭിഃ പ്രഭിന്നാഭിഃ ശംഭോർനവഭിരഭിः മൂലപ്രകൃതിഭിः ചതുശ്ചത്വാരിംശത് വസുദളകലാസ്രാത്രിവലയാ ത്രിരേഖാഭിः സാർദ്ധം തവ ശരണകോണപരിണതാ. അല്ലയോ പരാശക്തി സ്വരൂപിണിയായ ദേവി, ശിവാത്മകങ്ങളായ 4 ചക്രങ്ങൾ, അവയിൽ നിന്ന് ഭിന്നമായ പരാശക്തിയുടെ 5 ചക്രങ്ങൾ എന്നിങ്ങനെ പ്രപഞ്ചമൂല കാരണമായി ഭവിച്ച 9 ചക്രങ്ങളാലും അവിടത്തെ ആവാസസ്ഥാനമായ ബിന്ദുവും ചേർത്ത് ശരണകോണങ്ങൾ 44 പരിണമിച്ചിരിക്കുന്നു. 8 ദളങ്ങൾ, 16 ദളങ്ങൾ, വൃത്തത്രയം, ഭൂപുരത്രയം എന്നിങ്ങനെ 44 പരിണമിക്കുന്നു. അതിഗഹനമായ ഒരു വിഷയമാണ് ശ്രീചക്രം. ശ്രീചക്രത്തെക്കുറിച്ച് വിശദമായി പറയണമെങ്കിൽ തന്ത്രശാസ്ത്രത്തെക്കുറിച്ചുള്ള അറിവുണ്ടാകണം. അതില്ലാത്തതുകൊണ്ടും ചെറിയൊരു വിശദീകരണം മാത്രമാണ് ഇവിടെ കുറിക്കുന്നത്. ശ്രീചക്രത്തിൻ്റെ കേന്ദ്രബിന്ദു സർവാതീതമായ ഉണ്മയെ അഥവാ ബ്രഹ്മത്തിൻ്റെ അല്ലെങ്കിൽ പരാശക്തിയുടെ പ്രതീകമാണ്. ഇതിൽ പുരുഷപ്രകൃതി അഥവാ ശിവശക്തി തത്വങ്ങൾ അന്തർലീനമായിരിക്കുന്നു. വൈരുദ്ധ്യാത്മകമെങ്കിലും സൃഷ്ടിപരമായി പരസ്പര പൂരകങ്ങളായ ഈ തത്വങ്ങളുടെ ഉത്തേജനത്തിലൂടെയാണ് ബ്രഹ്മത്തിൽ ലീനമായിരിക്കുന്ന അനന്ത സാധ്യതകൾ തുറക്കപ്പെടുന്നത്. കേന്ദ്രബിന്ദുവിലുണ്ടാകുന്ന ആദിസ്പന്ദനം, ആ സ്പന്ദനത്തിലൂടെ ബ്രഹ്മത്തിൽ വിലയം കൊണ്ടിരിക്കുന്ന ഈ 2 തത്വങ്ങളുടെ ആദ്യ ധ്രുവീകരണം സംഭവിക്കുന്നു. അതോടെ ശിവശക്തി തത്വങ്ങൾ പ്രവർത്തനാത്മകമാവുകയും അവ പരിണാമോന്മുഖമായി തീർന്ന് വൈവിധ്യമാർന്ന പ്രതിഭാസങ്ങൾക്ക് ജന്മം നൽകുകയും ചെയ്യുന്നു. എന്നാൽ കേന്ദ്ര യാഥാർത്ഥ്യമായ ജഗദംബിക പരിണാമരഹിതയായി സർവാതീതമായ സർവനിദാനമായ ഏകത്വത്തിൽ വർത്തിക്കുന്നു. ശ്രീചക്രത്തിൻ്റെ കേന്ദ്രബിന്ദുവിനെ ഉൾക്കൊണ്ട് ഊർധ്വമുഖമായി സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉള്ളിലെ ത്രികോണം ശിവ അഥവാ പുരുഷ തത്വത്തെയും ഈ ശിവത്രികോണത്തിൻ്റെ ഉള്ളിലായി അധോമുഖമായിരിക്കുന്ന ത്രികോണം അത് ശക്തി അഥവാ പ്രകൃതി തത്വത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. ഇങ്ങനെ ഒരു ത്രികോണത്തിനുള്ളിൽ മറ്റൊരു ത്രികോണം വരുന്നത് ബാഹ്യവൈവിധ്യങ്ങളുടെ ഏറ്റവും അടിസ്ഥാനമായിരിക്കുന്ന ശിവശക്തി തത്വങ്ങളുടെ ഏകാത്മതയെ സൂചിപ്പിക്കുന്നു. ഊർധ്വമുഖമായി 4 ശിവത്രികോണങ്ങൾ, അധോമുഖമായി 5 ശക്തി ത്രികോണങ്ങൾ, അങ്ങനെ 9 ത്രികോണങ്ങൾ ആവിർഭവിക്കുന്നു. അവയുടെ സങ്കലനത്തിലൂടെ 43 ത്രികോണങ്ങൾ രൂപമെടുക്കുന്നു. ഇങ്ങനെ ത്രികോണസംഖ്യ 43 ആണെങ്കിലും കേന്ദ്ര ത്രികോണത്തിൻ്റെ ഉള്ളിലുള്ള ബിന്ദുവിനെ കൂടി ഒരു ത്രികോണമായി കണക്കാക്കിയാണ് ശ്ലോകത്തിൽ 44 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഉണ്മയിൽ നിന്ന് അഥവാ ബ്രഹ്മത്തിൽ നിന്ന് ഉദിക്കുന്ന പുരുഷ പ്രകൃതി തത്വങ്ങളുടെ ധ്രുവീകരണത്തിലൂടെയും അവയുടെ പരസ്പര പൂരകങ്ങളായ ബന്ധങ്ങളിലൂടെയും പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾക്ക് ആധാരമായി തീരുന്ന സൂക്ഷ്മ തത്വങ്ങളെയാണ് ശ്രീചക്രത്തിൻ്റെ ഈ ത്രികോണ വിഭാഗങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ ത്രികോണങ്ങളെ 8ഉം 16ഉം ദളങ്ങൾ വീതമുള്ള 2 ഏകകേന്ദ്രിക വൃത്തങ്ങൾ വലയം ചെയ്യുന്നു. ഇവയുടെ ചുറ്റും വീണ്ടും 3 ഏകകേന്ദ്രിക വൃത്തങ്ങളുണ്ട്. ഇവയ്ക്ക് പുറമെയായി 4 വശത്തും മധ്യഭാഗത്ത് വാതായന സമാനമായ ഭൂപുരത്തോടു കൂടിയ 3 രേഖകളുള്ള ഒരു സമചതുരം സ്ഥിതി ചെയ്യുന്നു. ഈ സമചതുരം പ്രപഞ്ച പരിണാമ ഘടനയിലെ സ്ഥലദ്രവ്യ അവസ്ഥയുടെ പ്രതീകമാണ്. ത്രികോണങ്ങളും വൃത്തങ്ങളും സമചതുരവുമെല്ലാം പ്രപഞ്ചരൂപവൽക്കരണത്തിലെ വിവിധ സൂക്ഷ്മ സ്ഥൂല വിശേഷങ്ങളുടെയും ഭാവങ്ങളുടെയും പരിണാമഘട്ടങ്ങളുടെയും പ്രതീകങ്ങളാണ്. ശ്രീചക്രത്തിൻ്റെ വിവിധ ഘട്ടങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ദേവതകൾ ബോധതലത്തിൻ്റെ വിശേഷ ശക്തികളെയും ഉന്നതമാനങ്ങളെയും സൂചിപ്പിക്കുന്നു. അങ്ങനെ എല്ലാറ്റിനും ആധാരമായിരിക്കുന്ന ആ ജഗദംബ ദൃശ്യമായ എല്ലാ ആവിഷ്കാരങ്ങളുടെയും അദൃശ്യമായ ഉറവിടമാണ്. സർവം ജഗദംബാർപ്പണമസ്തു.